ഡിപ്രഷൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഡിപ്രഷനെ കുറിച്ചാണ്. ബേസിക്കലി എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത, ഈ ലോകത്ത് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു വേർഡാണ് ഡിപ്രഷൻ. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മൊത്തം പോപ്പുലേഷൻ്റെ ഏകദേശം 15%, ഞാൻ പറയുന്നത് ഇന്ത്യയിലെ കാര്യമാണ്, ഇന്ത്യയിലെ മൊത്തം പോപ്പുലേഷൻ്റെ ഏതാണ്ട് ഒരു 15% ഇപ്പോൾ തന്നെ ഡിപ്രഷൻ്റെ പിടിയിലാണെന്നാണ് WHO കണക്കുകൾ പറയുന്നത്. വേൾഡ് പോപ്പുലേഷനിൽ അത് വെറും 5% പക്ഷേ ഇന്ത്യയിൽ മാത്രം എന്തുകൊണ്ടോ 15%. ഞാൻ തന്നെ ആണെങ്കിൽ എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ നോക്കുകയാണെങ്കിൽ ഈ പനിയും ചുമയും കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത്, പ്രത്യേകിച്ച് ഒരു 15 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സാധനമാണ് ഈ ഡിപ്രഷൻ. സോ ഡിപ്രഷൻ എന്താണെന്ന് നമുക്ക് കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ക്ലിനിക്കൽ, ഇതൊരു സയൻറ്റിഫിക് സ്റ്റഡി ഒന്നുമല്ല, എൻ്റെ ഒരു ക്ലിനിക്കൽ പ്രാക്ടീസിൽ there are 2 types ഓഫ് ഡിപ്രഷൻ. 2 ടൈപ്പ് ഡിപ്രഷൻ ഉണ്ട്. ഞാനീ പറയുന്നത് ഈ ചെയ്യാനൊന്നും ഇല്ലാതെ മടി പിടിച്ചിരിക്കുന്ന ആൾക്കാർ പറയുന്ന ഡിപ്രഷൻ എന്ന് പറയുന്ന വാക്കല്ല. ശരിക്കുള്ള ഡിപ്രഷൻ ആക്ച്വലി 2 ടൈപ്പാണ്. അതിന് വേണമെങ്കിൽ നമുക്ക് ഞാൻ എക്സാമ്പിൾ പറയാം. ഉദാഹരണത്തിന് ഒരാൾക്ക് ലിവറിനൊരു അസുഖം വന്നത് വിചാരിക്കുക. ലിവറിന് നമുക്ക് 2 ടൈപ്പ് ഇഞ്ചുറി പറ്റാം. ഒന്ന്, അയാൾ റോഡിൽ നിൽക്കുകയാണ്, ആ റോഡിൽ നിന്നപ്പോഴത്തേക്കും പെട്ടെന്നൊരു വണ്ടി വന്ന് അയാളെ ഇടിച്ചു, എന്നിട്ട് അയാളുടെ ലിവറിന് ഒരു ഇഞ്ചുറി പറ്റി, അയാൾ താഴെ വീണിട്ട് അയാളുടെ റബ്ബ് പിടിച്ച് ലിവറിൽ കയറി ഒരു ഇഞ്ചുറി പറ്റി. അതാണ് ആക്സിഡൻ്റലായിട്ടുണ്ടാകുന്ന ഡിപ്രഷൻ. അതിനെ നമുക്ക് ഒരു രീതിയിലും ചിലപ്പോൾ പ്രതിരോധിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു മരണം, അല്ലെങ്കിൽ പെട്ടെന്ന് പരീക്ഷയിലുണ്ടാകുന്ന ഒരു തോൽവി, അതും അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു വലിയ മാറാരോഗം ലൈക്ക് ക്യാൻസറോ അങ്ങനത്തെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടാകുക, അതുവഴി നമുക്ക് ഡിപ്രഷൻ ഉണ്ടാകാം. അത് ഒരു ടൈപ്പ് ഡിപ്രഷൻ. രണ്ടാമത്തെ ടൈപ്പ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ, ഒരാൾ ഇപ്പോൾ ഈ ആക്സിഡൻറ്റ് പറ്റി ലിവറിന് ഇഞ്ചുറി ഉണ്ടായെന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഒരാൾ ഫുൾ ടൈം വെള്ളം അടിക്കുകയാണ്, മദ്യപിച്ച് അയാൾക്ക് ലിവർ സിറോസിസ് ഉണ്ടായി, ലിവറിന് പ്രശ്നം ഉണ്ടായി. അതാണ് രണ്ടാമത്തെ ടൈപ്പ് ഡിപ്രഷൻ. അതായത് നമ്മൾ തനിയെ ഇഞ്ചെക്ട് ചെയ്തത് നമ്മളുടെ സ്വന്തം കഴിവെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു നല്ല സെൻസിലല്ല, നമ്മളുടേതായ ഇൻപുട്സ് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഡിപ്രഷനുണ്ട്. അത് ആണ് മെജോറിറ്റി ഓഫ് ആളുകൾക്കും ഉണ്ടാകുന്ന ഡിപ്രഷൻ. പക്ഷേ അത് അവോയ്ഡബിൾ ആണ്. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ കുട്ടികളുടെ കേസിൽ എടുത്തു നോക്കുകയാണെങ്കിൽ, കളിക്കാൻ പോകാതെ ഫുൾ ടൈം സ്ക്രീൻ ടൈം, അതായത് ഫോണിലും സോഷ്യൽ മീഡിയയിലും മാത്രം ഇരിക്കുക, ആളുകളോട് സംസാരിക്കാതിരിക്കുക, വീട്ടിൽ പേരൻസുമായിട്ട് കമ്മ്യൂണിക്കേഷൻ കുറയുക. അതുപോലെ തന്നെ ഇപ്പം പ്രായമായവരിലാണെങ്കിൽ മക്കൾ വിദേശത്തുള്ളവർ, അല്ലെങ്കിൽ മക്കളുമായിട്ട് കണ്ടിന്യൂസ് കോൺടാക്റ്റ് ഇല്ലാത്തവർ, ഒരു സോഷ്യൽ ഐസൊലേഷൻ വഴി ഉണ്ടാകാവുന്ന ഡിപ്രഷനുണ്ട്. അതാണ് നമുക്ക് എന്താ പറയുന്നത്, കോൺട്രിബ്യൂട്ടറി ഡിപ്രഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് നമ്മളുടെ മേല് നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളോ ചെലുത്തുന്ന മനഃപൂർവ്വമായ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഡിപ്രഷനുണ്ട്. അതാണ് രണ്ടാമത്തെ ടൈപ്പ് ഡിപ്രഷൻ. ഇതിൽ ആദ്യത്തെ ടൈപ്പ് ഡിപ്രഷൻ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കുറേ പരിമിതികളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതുണ്ടാക്കുന്ന പെയിൻ വളരെ വലുതായിരിക്കും. പക്ഷേ രണ്ടാമത്തെ ടൈപ്പ് ഡിപ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് പൂർണ്ണമായി അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഡിപ്രഷനാണ്. ആ ഡിപ്രഷൻ നമ്മൾ അവോയ്ഡ് ചെയ്യുക തന്നെ വേണം. ഇപ്പോൾ ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന സാധനം നമുക്ക് ക്ലാസിഫൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഈ സ്ത്രീകളിലാണ് കൂടുതലും ഡിപ്രഷൻ കണ്ടുവരിക. WHO കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് ഇരട്ടി, ഓൾമോസ്റ്റ് 2 times ആണ് സ്ത്രീകളിലുള്ള ഡിപ്രഷൻ. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് കൂടുതലും കാണുന്ന ഒരു 40 yearsന് ശേഷമുള്ള സ്ത്രീകളിലാണ്. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ 40 വയസ്സ് കഴിയുമ്പോൾ, അതുപോലെ ഈ എന്താ പറയുന്നത്, കുറച്ചുകൂടെ ഏജിലാകുമ്പോൾ സ്ത്രീകളിലുണ്ടാകുന്ന ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഇംബാലൻസ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതായത് അവരുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺസിൻ്റെ വലിയൊരു വ്യതിയാനമുണ്ട്. അത് കാരണം അവർക്കുണ്ടാകുന്ന ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ചേഞ്ചസ് കൊണ്ട് അവർക്ക് ഡിപ്രഷൻ ഉണ്ടാകാം. അത് ഈ 40 വയസ്സിന് ശേഷം മാത്രമല്ല, നിങ്ങൾ പലരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതായത് ഫസ്റ്റ് ഡെലിവറിക്ക് ശേഷം അല്ലെങ്കിൽ സെക്കൻഡ് ഡെലിവറിക്ക് ശേഷം, പ്രത്യേകിച്ച് ഈ പ്രസവത്തിന് ശേഷം സ്ത്രീകൾക്ക് ഡിപ്രഷൻ വളരെ കോമൺ ആണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ഹോർമോണൽ ചേഞ്ചസ് തന്നെയാണ്, അല്ലാതെ ഒരു മനഃപൂർവ്വം ഉണ്ടാക്കുന്നതൊന്നുമല്ല. അതായത് നമ്മൾ ഡേ ഓഫ് ഡെലിവറി എടുത്തതെന്ന് വെച്ചാൽ, അതായത് പ്രസവിക്കുന്ന ദിവസത്തിന് മുമ്പുള്ള ദിവസങ്ങളും പ്രസവിക്കുന്നതിന് ശേഷം. ഇതിൽ ഈ പ്രസവിക്കുന്ന ദിവസം എന്ന് പറയുന്നത് അവരുടെ ശരീരത്തിൽ വളരെ ഡ്രാസ്റ്റിക്കായ ഒരു ഹോർമോണൽ ചേഞ്ച്, ഈ ഞാൻ പറഞ്ഞ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ലെവൽസിൽ വലിയ വ്യത്യാസം ഉണ്ടാകുന്ന ഒരു ഫേസാണ്. ആ സമയത്ത് അവർക്ക് ഡിപ്രഷൻ ഉണ്ടാകാം. അത് മാത്രമല്ല, ഈ ഡെലിവറിക്ക് ശേഷം അവർ അനുഭവിക്കുന്ന ഒരു ഐസൊലേഷൻ ഉണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലൊക്കെ ഈ എന്താ പറയുന്നത്, ആദ്യത്തെ ഡെലിവറിയൊക്കെ ആണെങ്കിൽ വൈഫിൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തുക. അതേപോലെ വയറ്റാട്ടിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഈ കേരളത്തിലെ വീടുകളിൽ ഈ പ്രസവത്തിന് ശേഷം സ്ത്രീകളെ ശുശ്രൂഷിക്കാനായിട്ട് വരുന്ന ഒരു കെയർ ടേക്കർ കാണും. സോ അവർ ഏർപ്പെടുത്തുന്ന കുറേ ബൗണ്ടറീസ് ഉണ്ട്. അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കാൻ പാടില്ല, അവരൊരു മുറിയിൽ ഉറങ്ങാൻ പാടില്ല, ഇവർ തന്നെ അവരെ തന്നെ നോക്കും, അങ്ങനെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതുവഴി ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു ഐസൊലേഷൻ ഉണ്ട്. അത് മാത്രമല്ല, അവർക്ക് എന്താ പറയുന്നത്, നമ്മളെല്ലാം ചെയ്യുന്ന ഒരു വലിയ തെറ്റും അതിലുണ്ട്. അതായത് ഇപ്പം ഒരു അമ്മയും കുഞ്ഞുണ്ടെന്ന് വിചാരിക്കുക. അതായത് പ്രസവിച്ചതിന് ശേഷം കിടക്കുന്ന ഒരു സ്ത്രീയും ആ സ്ത്രീയുടെ കുഞ്ഞുമുണ്ട്. ഇപ്പം നമ്മൾ ആരെങ്കിലും ആ വീട്ടിൽ അവരെ കാണാൻ ചെല്ലുകയാണെങ്കിൽ നമ്മളെല്ലാവരും കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കും. പക്ഷേ അമ്മയോട് ഒരിക്കലും സുഖമാണോന്നോ കാര്യങ്ങൾ സംസാരിക്കുകയൊന്നും ചെയ്യില്ല. സോ അവർക്ക് തന്നെ ഒരു സെൽഫ്ലെസ്നെസ്, അല്ലെങ്കിൽ അവരെ ആരും കെയർ ചെയ്യുന്നില്ല എന്നൊരു തോന്നലുണ്ടാകും. അതിൽ നിന്നൊക്കെ ഡിപ്രഷൻ ഉണ്ടാകും. അതാണ് സ്ത്രീകളിൽ ഡിപ്രഷൻ കൂടാനുള്ള കാരണം. പുരുഷന്മാരിൽ പ്രധാനമായിട്ടും ഡിപ്രഷൻ ഉണ്ടാക്കുന്നത് 3 സാധനങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഇന്ത്യയിൽ 15% ഈ 15% ഉണ്ടാകാനുള്ള പ്രധാന കാരണം, ഇന്ത്യയിലെ 80% എംപ്ലോയീസും പ്രത്യേകിച്ചും
പുരുഷ എംപ്ലോയീസ് അവർ ചെയ്യുന്ന ജോലിയിൽ സാറ്റിസ്ഫൈഡ് അല്ല. അതായത് നമ്മൾ തന്നെ ബാങ്കുകളിലൊക്കെ പോയാൽ കാണാം, നമ്മുടെ നാട്ടിലായിരിക്കും ഏറ്റവും കൂടുതൽ എഞ്ചിനീയർമാർ ബാങ്കിൽ ജോലി ചെയ്യുക. അവരാരും എഞ്ചിനീയറിംഗ് പഠിച്ചത് ബാങ്കിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ അവരുടെ സർക്കംസ്റ്റാൻസസ് കൊണ്ട്, സാഹചര്യങ്ങളുടെ പ്രഷർ മൂലം അവർ ജോലി ചെയ്യുന്നത്. അതുപോലെ എല്ലാ ഫീൽഡിലും നമുക്ക് കാണാം. അതിനാണ് നമ്മൾ എർഗണോമിക്സ് എന്നൊക്കെ പറയുക, അതായത് റൈറ്റ് പേഴ്സൺ ഫോർ ദ റൈറ്റ് ജോബ്. അത് നമ്മുടെ നാട്ടിൽ തീരെ ഇല്ല. നമ്മൾ ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവർ ഇന്ത്യയിൽ വളരെ വളരെ കുറവാണ്, 20% മാത്രമേ ഉള്ളതെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, 10, 20, 30 വർഷം ഒരേ ജോലി ഇങ്ങനെ വീണ്ടും വീണ്ടും ചെയ്യുക, പക്ഷേ ആ ജോലി അവർക്ക് തന്നെ താല്പര്യമില്ലാതെ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരു തരം ഡിപ്രഷനുണ്ട്. അതാണ് പുരുഷന്മാരുടെ ഡിപ്രഷൻ്റെ പ്രധാനമായിട്ടുണ്ടാകുന്ന ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ആൽക്കഹോളിസവും ഡ്രഗ് അബ്യൂസുമാണ്. അതായത് ഇതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യാണ് കേട്ടോ. അതായത് ഇപ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്യുന്നു, ആ ജോലി ചെയ്യുന്നതിലൂടെ എനിക്ക് വേണ്ട വരുമാനം ഉണ്ടാകുന്നുമില്ല, അതിൻ്റെ കൂടെ എനിക്ക് ചിലവുകൾ ഒരുപാടുണ്ടാകും. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും അവർ കണ്ടെത്തുന്ന ഒരു 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 അഭയകേന്ദ്രമാണ് ഈ മദ്യപാനം, അല്ലെങ്കിൽ പുകവലി, അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ പുതിയ സാധനങ്ങളുണ്ടല്ലോ, വായി വെക്കുന്നത്, നാക്കിനടി വെക്കുന്നത്, ഈ സാധനങ്ങളൊക്കെ. സോ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ്, അതിൻ്റെ അബ്യൂസ്, അത് കാരണം ആളുകൾക്ക് ഡിപ്രഷൻ ഉണ്ടാകും. ഞാൻ പുരുഷന്മാരുടെ കാര്യം ഇപ്പം പ്രധാനമായിട്ടും പറയാം, സ്ത്രീകളിലും ഈ ആൽക്കഹോളിസം കൊണ്ട് ഡിപ്രഷൻ ഇപ്പം കണ്ടുവരുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫാമിലി ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ അറേഞ്ച്ഡ് മാരേജ് സെറ്റപ്പിനകത്തൊരു പ്രശ്നമുണ്ട്. അതായത് കുടുംബങ്ങൾ ചേരുമോ എന്നേ ആളുകൾ നോക്കാറുള്ളൂ, വ്യക്തികൾ തമ്മിൽ ചേരുമോ എന്ന് ആരും നോക്കാറില്ല. സോ അപ്പോൾ ഇഷ്ടമില്ലാത്തൊരു പാർട്ട്ണറുമായിട്ട് വർഷങ്ങളായിട്ട് ജീവിക്കേണ്ടി വരിക. അത് ഏതൊരു സിനിമയിൽ നമ്മുടെ ഒരു തമിഴ് ആക്ടർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പം അച്ഛനോട് പറയുന്ന അയാൾ, എനിക്കിഷ്ടമില്ലാത്തൊരു ഡ്രസ്സ് അച്ഛൻ വാങ്ങി തന്നാൽ ഞാനത് ഊരിയിടത്തേ ഉള്ളൂ, പക്ഷേ എനിക്കിഷ്ടമില്ലാത്തൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് തന്നാൽ എനിക്ക് അവളെ ഇഷ്ടമല്ല എന്ന് ഓരോ നിമിഷം അവൾ അറിയുമെന്ന് പറയും. സെയിം കാര്യമാണ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നത്. നമ്മുടെ നാട്ടിൽ മാത്രമെന്ന് ഞാൻ പറയില്ല, എന്നാലും നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലായിട്ട് കാണുന്ന ഡിപ്രഷൻ്റെ ഒരു റീസണാണ്. എനിക്ക് തന്നെ ഒരുപാട് പേഷ്യൻസ് വന്നിട്ടുണ്ട്. ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുക, പക്ഷേ അയാളെ വിവാഹം കഴിക്കാതെ വരാതിരിക്കുക, അയാളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്വഭാവമുള്ള ഒരാളെ വിവാഹം കഴിക്കുക, ആ റിലേഷൻഷിപ്പ് ഫെയിലാവുക, അങ്ങനെ ഒരുപാട് കേസസ് എൻ്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട്. സോ അതൊരു പ്രധാന കാരണമാണ്, എസ്പെഷ്യലി പുരുഷന്മാരിൽ. പിന്നെ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഡിപ്രഷൻ വരിക നമ്മുടെ കുട്ടികൾക്കാണ്. അതായത് പീരിയാഡിക് ഡിപ്രഷൻ എന്ന് പറയുന്ന സാധനം. അത് നമ്മുടെ നാട്ടിൽ അധികം കേൾക്കാത്തൊരു സാധനമായിരുന്നു, പക്ഷേ ഈ കോവിഡ് സമയത്ത് അത് വളരെ വലുതായിട്ട് റേസ് ചെയ്യും. എനിക്ക് തോന്നുന്നു ഒരു 3 ഇരട്ടിയോളം അത് കൂടി, 2.5% എന്തോ പീരിയാഡിക് ഡിപ്രഷൻ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. പക്ഷേ അത് ഓൾമോസ്റ്റ് ഒരു 10% കൂടിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഈ കോവിഡ് സമയത്തുണ്ട് ഐസൊലേഷനും. പിന്നെ ഈ കോവിഡ് സമയത്ത് കുട്ടികൾ പേരൻസ് തന്നെ ഫോൺ യൂസ് ചെയ്യാനായിട്ട് കൊടുക്കുമായിരുന്നു, ഈ ഓൺലൈൻ ക്ലാസ്സും മറ്റുമായിട്ട്. അപ്പം അതിലൂടെ അവർ കണ്ടെത്തിയ പുതിയ വിനോദങ്ങളുണ്ട്, മൊബൈൽ ഗെയിമിങ്, ഓൺലൈൻ ഗെയിമിങ്, അതുപോലെ സോഷ്യൽ മീഡിയ. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളെന്ന് പറയുന്നത് അതായത് ഒരുപാട് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഡിപ്രഷൻ ഉണ്ടാകുന്ന പ്രധാന കാരണമാവും. അതൊരു വലിയ ഫാക്ടറാണ്. കുട്ടികളിൽ പിന്നെ ഡിപ്രഷൻ ഉണ്ടാകാനുള്ള വേറൊരു പ്രധാന കാരണം ഞാൻ എൻ്റെ തന്നെ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ കളിക്കളങ്ങൾ ഇല്ലാതാവുക എന്ന് പറയുന്നത്. അതായത് അവർക്ക് ഒരു ഫോണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആ ഫോൺ ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുകയാണെങ്കിൽ, യൂട്യൂബ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു അൽഗോരിതം ഉണ്ട്. അതെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ എന്നെ കാണിച്ചു തരത്തുള്ളൂ. അതായത് ഞാനിപ്പോൾ ഒരു വീഡിയോ ഉണ്ട്, ആ വീഡിയോ ഞാൻ കൂടുതൽ നേരം കാണുകയാണെങ്കിൽ എനിക്ക് അടുത്ത സജഷൻ വരിക അതുപോലത്തെ തന്നെ വീഡിയോസ് ആയിരിക്കും. സോ അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം കാണുകയും അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം അച്ഛനോ അമ്മയോ ഒരു സെക്കൻഡ് പറയുകയോ ചെയ്യുമ്പോൾ അവർ അത് വല്ലാതെ ഹേർട്ട് ചെയ്യും. ആ ഹേർട്ടാണ് പിന്നീട് പല കുട്ടികളിലും ഡിപ്രഷനായിട്ട് മാറുന്നത്. പക്ഷേ അതേസമയം നമ്മളൊരു 10 കുട്ടികളായിട്ട് ഒരിടത്ത് കളിക്കാൻ പോകുമ്പോൾ അവർ തമ്മിൽ എന്നും വഴക്കുണ്ടാവും. ആ വഴക്കിൽ നിന്നാണ് ശരിക്കുമുള്ള അവരുടെ ഒരു മെൻ്റൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക. സോ അത് കുട്ടികളുടെ ഒരു ഡിപ്രഷൻ്റെ കാരണമാണ്. പിന്നെ നാലാമത്തത് നമ്മുടെ നാട്ടിൽ എന്താ പറയുക, ചില ആളുകൾക്ക് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു തരം ഡിപ്രഷനുണ്ട്. അതാണ് ഈ ജീറിയാട്രിക് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു 55-60 വയസ്സിന് ശേഷമുള്ള പുരുഷന്മാരിലും സ്ത്രീകളിലും ഉണ്ടാകുന്ന ഡിപ്രഷൻ. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മൾ കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കുന്നു, അവർക്കൊരു ജോലി കിട്ടുന്നു, പിന്നെ അവരുടെ കരിയർ നോക്കി പോകാന്നുള്ളതാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ മൈഗ്രേഷൻ വളരെ കൂടുതലാണ്. അതായത് കേരളത്തിൽ പഠിക്കുന്ന ആരും കേരളത്തിൽ ജോലി ചെയ്യുന്നില്ല എന്ന് പറയാം. അപ്പം മൈഗ്രേറ്റ് ചെയ്ത് അവർ പോയി കഴിയുമ്പോൾ ഈ അച്ഛനും അമ്മയും, ഇപ്പം ഞാനൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലത്തെന്ന് വെച്ചാൽ അവിടെ ഒരു വലിയ വീട് കാണും, ഒരു പട്ടി കാണും, പിന്നെ ഒരു അച്ഛനും അമ്മയും കാണും, അത്രയും മാത്രമേ കാണും. ഈ വീടുകൾ തമ്മിൽ പോലും എന്താ പറയുക, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. എല്ലാ വീട്ടിലും ഒരു അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ, എന്നാൽ അവർ തമ്മിൽ പോലും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. കാരണം അവർ ഇത്രയും നാളും വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ അടുത്തുള്ള നെയ്ബേഴ്സായിട്ടൊന്നും ഒരു ബന്ധവും കാണില്ല. അപ്പം കൂടെ ഉണ്ടായിരുന്ന മക്കൾ പോയി കഴിഞ്ഞാൽ അവരുടെ ജോലി കഴിഞ്ഞാൽ അവരെല്ലാം റിട്ടയർമെൻ്റ് ആയിരിക്കും. സോ അവരൊരു ഐസൊലേഷനിലേക്ക് പെടും. അങ്ങനെയാണ് ഈ ജീറിയാട്രിക് ഡിപ്രഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത്. ഈ ജീറിയാട്രിക് ഡിപ്രഷൻ ശരിക്കും പറഞ്ഞാൽ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയാം. ഓൾമോസ്റ്റ് 20%, 2030 ആകുമ്പോൾ ജീറിയാട്രിക് ഡിപ്രഷൻ നമ്മുടെ നാട്ടിൽ 20% എത്തുമെന്നുള്ളതാണ്. നിങ്ങളൊരു കാര്യോട് ആലോചിക്കണം, 2030, 2028, 30 ആകുമ്പോൾ നമ്മുടെ നാട്ടിലെ പോപ്പുലേഷൻ്റെ
22% വൃദ്ധന്മാരാകും, അതായത് 60 വയസ്സിന് ശേഷം പ്രായമുള്ളവരാകുമെന്നാണ് പറയുക. അപ്പം ഈ ജീരിയാട്രിക് ഡിപ്രഷൻ എന്ന് പറയുന്ന സാധനം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. സോ ഇതിനെ ഒരുപാട് പേര് ബിസിനസ്സായിട്ട് മാറ്റുന്നുണ്ട്. അതായത് ഈ ജീരിയാട്രിക് കൗൺസിലിംഗ്, അതേപോലെ ഈ ഓൾഡ് ഏജ് ഹോം, ഓൾഡ് ഏജ് ഹോമിൻ്റെയൊക്കെ പ്രൈവറ്റ് ഓൾഡ് ഏജ് ഹോമിൻ്റെയൊക്കെ ടാഗ് ലൈൻ തന്നെ ഇപ്പോൾ അങ്ങനെയാണ്, വരൂ ഞങ്ങൾ നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി തരാമെന്നൊക്കെ പറയുന്നത്. അതായത് ഡിപ്രഷനുള്ള കുറേ ആളുകൾ ഒരുമിച്ചിട്ടിട്ട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ലത് തന്നെ, പക്ഷേ ഇത് എന്താ പറയുക, നമ്മൾ രോഗത്തെ കാരണം ചികിത്സിക്കാതെ നമ്മൾ രോഗലക്ഷണത്തെ ചികിത്സിക്കുക എന്ന് പറയും. നമ്മളെപ്പോഴും ഡിപ്രഷൻ്റെ കാരണങ്ങളെ ചികിത്സിക്കാൻ നോക്കുക എന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നിയ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ ഡിപ്രഷൻ കൂടാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ആളുകൾ തമ്മിലുള്ള ഈ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പം എൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛനും അമ്മയൊക്കെ വീട് വെച്ചിട്ട് പെരവാസ്ത ഒരു ഹൗസ് വാമിങ് അല്ലെങ്കിൽ ഒരു കല്യാണം എന്ന് പറയുമ്പോൾ അത് വലിയ സോഷ്യൽ ഗ്യാതറിങ് ആയിരുന്നു. അതായത് ഇപ്പം കല്യാണത്തിന് വരുന്നവരുണ്ട്, കല്യാണത്തിന് 3 ദിവസം മുമ്പേ വരും, കുറേ ബന്ധുക്കൾ വീട് വൃത്തിയാക്കും, കുറേ പേര് പച്ചക്കറി അരിയും, കുറേ ആൾക്കാർ അങ്ങോട്ട് വീട് കുറ്റം പറയും, കുറേ ആൾക്കാർ കുശുമ്പ് പറയും, എന്നിട്ടാണ് കല്യാണത്തിലേക്ക് എത്തുക. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുക, പൈസ കൊടുക്കുക, ഫോട്ടോ എടുക്കുക, ഫുഡ് കഴിക്കുക, പൈസ കൊടുക്കുക, ഫോട്ടോ, എന്നിട്ട് അവരവരുടെ കാര്യത്തിന് പോവാണ്. ആ ഒരു സോഷ്യൽ ഗ്യാതറിങ് ഇല്ലാത്തത് ഈ വലിയവരെക്കാളും കൂടുതൽ അഫക്റ്റ് ചെയ്യുക കുട്ടികളെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു കാരണം. രണ്ടാമത്തെ കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ സോഷ്യൽ മീഡിയയുടെ യൂസേജാണ്. സോഷ്യൽ മീഡിയ വളരെ ഭയങ്കരമായിട്ട് എന്താ പറയുക, നമ്മളെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ ആക്ച്വലി അടുത്തൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയ എങ്ങനെ നമ്മുടെ ഗുണവും ദോഷവും ചെയ്യും നമ്മുടെ ആരോഗ്യത്തിന്. ബാക്കിയുള്ളതൊന്നും പറയാൻ എനിക്ക് ക്വാളിഫൈഡ് അല്ല. ആരോഗ്യത്തിന് എങ്ങനെ ചീത്തയായും നല്ല രീതിയിലും ബാധിക്കുമെന്ന് പറയാനായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഈ വായനാശീലം ഭയങ്കരമായിട്ട് കുറഞ്ഞു എന്നുള്ളതാണ്. ഈ വായന ആക്ച്വലി നമ്മുടെ ഡിപ്രഷൻ ഓവർകം ചെയ്യാൻ ഭയങ്കര നല്ലൊരു ടൂളാണ്. അത് ഞാൻ മാത്രം പറയുന്നതല്ല, വേൾഡ് ഫേമസ് ആയ എല്ലാ സൈക്കാട്രിസ്റ്റുകളും അഡ്വൈസ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ വായിക്കുക എന്ന് പറയുന്നത്. അത് നമ്മുടെ നാട്ടിൽ ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട്. വായിക്കുന്നത് കുറയുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഇൻ്റലക്ച്വൽ എബിലിറ്റിയെ തന്നെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നൊരു കാര്യമാണ്. സോ അതിൻ്റെ കൂടെ ഈ ഇത് ഭയങ്കരമായിട്ട് കാരണമാകുന്നുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ഡിപ്രഷനെ എങ്ങനെ എന്താ പറയുക ഓവർകം ചെയ്യാന്നുള്ളതാണ്. അതിൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ 2 ടൈപ്പ് ഡിപ്രഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതായത് ആക്സിഡൻ്റലി വണ്ടി ഇടിച്ച് ഒരാൾക്ക് അപകടം പറ്റുക എന്ന് പറയുന്നതും, അതേപോലെ തന്നെ ഞാൻ കള്ളു കുടിച്ച് എൻ്റെ ശരീരത്തെ അപകടത്തിലേക്ക് കൊണ്ടുപോകാന്ന് പറയുന്നത്. ഇതാണ് 2 ടൈപ്പ് ഡിപ്രഷൻ. അതായത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് ഞാൻ ബോധപൂർവ്വം ഉണ്ടാകുന്ന ഡിപ്രഷനുണ്ട്, ഞാൻ അറിയാത്ത കാര്യം ഒരു ആക്സിഡൻ്റലായ ഒരു കാരണം കൊണ്ട് എനിക്ക് ഉണ്ടാകുന്ന ഡിപ്രഷനുണ്ട്. ഇത് രണ്ടിലേതാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ഓൾമോസ്റ്റ് സെയിമാണ്. അതിന് തന്നെ വേണമെങ്കിൽ നമുക്കൊരു 3 സ്റ്റേജസ് ഉണ്ടെന്ന് പറയാം. ആദ്യത്തെ സ്റ്റേജിൽ ഡിപ്രഷനിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്വയമേ ഡിപ്രഷനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് എനിക്ക് ഡിപ്രഷൻ ആണെന്ന് എനിക്ക് മനസ്സിലാവണം. അതിനെ നമ്മൾ ഇൻസൈറ്റ് എന്നൊക്കെ പറയും. അതായത് എനിക്ക് നടക്കുന്ന തെറ്റുകളെല്ലാം ഡിപ്രഷൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ പേഷ്യൻ്റ് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, എനിക്ക് നടക്കുന്ന ചീത്ത കാര്യങ്ങളെല്ലാം ചുറ്റുമുള്ള കാര്യങ്ങളിൽ പഴിചാരുക എന്നുള്ളതാണ്. അതായത് പ്രത്യേകിച്ചും ഇപ്പോൾ എന്താ പറയുന്നത്, ദൈവവിശ്വാസം ഇല്ലാതാവുക, അതൊക്കെ അതിലൊരു പാർട്ടാണ്. അതായത് ദൈവം എന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ശിക്ഷിക്കുന്നു, ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതൊരു ഡിപ്രഷൻ്റെ ഒരു കോർ കൺസെപ്റ്റാണ്. ഡിപ്രസീവ് ആവുന്ന പേഷ്യൻസിൻ്റെ ഒരു കോർ കൺസെപ്റ്റാണ്. പക്ഷേ അതിൽ നിന്ന് മാറി എനിക്ക് എന്തോ ഒരു മെഡിക്കൽ പ്രോബ്ലം ഉണ്ടെന്ന് നമ്മൾ ഇൻസൈറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ഡിപ്രഷനെ കുറിച്ച് നന്നായിട്ട് അറിയണം. അതിന് നമ്മൾ വീഡിയോസ് റെഫർ ചെയ്യുക, സ്പീച്ചസ് റെഫർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു വൈഡ് നെറ്റ്വർക്ക് ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ആ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്ത് നമ്മൾ സ്വയമേ നമുക്ക് ഡിപ്രഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, നമ്മളൊരു ഡോക്ടർ തന്നെ വേണമെന്നില്ല, യു ക്യാൻ റെഫർ ടു എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു നല്ല സൈക്കാട്രിസ്റ്റ് ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരു നല്ല ഫ്രണ്ട് ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഈ ഫ്രണ്ടിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ, ഈ ഫ്രണ്ട് എന്തുമാത്രം നല്ല ഫ്രണ്ടാണെന്ന് ഡിഫൈൻ ചെയ്യാൻ നമുക്ക് പറ്റണമെന്നുള്ളതേ ഉള്ളൂ. ചില ആളുകൾ ഇതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. സോ ബെറ്റർ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ, ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ഇഫ് യു ഫീൽ ദാറ്റ് യു ഹാവ് ഡിപ്രഷൻ. പിന്നെ നമുക്ക് ഡോക്ടർ ചെയ്യുന്ന കാര്യങ്ങളാണ് മൂന്നാമത്. ഡോക്ടർ മെയിനായിട്ട് ഇപ്പം ഞാൻ എൻ്റെ പേഷ്യൻസിനോട് അഡ്വൈസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തത് നമ്മുടെ ഈ സോഷ്യൽ ഗ്യാതറിങ്സ് കൂട്ടുക എന്നുള്ളതാണ്. അത് നമ്മൾ ആളുകളുള്ളിടത്ത് പോയി നിൽക്കുക, അവരോട് സംസാരിക്കുക, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിപ്പം നമ്മുടെ ബന്ധുക്കൾ തന്നെ ആവണമെന്നില്ല, നമ്മൾ വഴിയിൽ കാണുന്ന ആളുകളാവും, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് 100 കണക്കിന് ആളുകൾ വരുന്നു, അവരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിനുള്ള ഒരു ഇൻഹിബിഷൻ ഉണ്ട്. ആ ഇൻഹിബിഷൻ മാറ്റി വെക്കുക, അതൊരു റീസൺ. രണ്ടാമത്, നമ്മൾ ഫുൾ ടൈം ജോലി ചെയ്യുക, 1 മിനിറ്റ് പോലും വെറുതെ ഇരിക്കരുത്. നമുക്ക് ചിന്തിക്കാൻ സമയം കിട്ടുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവും. സോ അതുകൊണ്ട് 24 മണിക്കൂർ ഓടി വരുന്ന ജോലി, എസ്പെഷ്യലി സ്ത്രീകളുടെ കാര്യത്തിൽ ഡിപ്രഷൻ. ഇപ്പോൾ 40 വയസ്സിൽ ഉള്ള സ്ത്രീകളെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ കൂടുതൽ ഹൗസ് വൈഫ് ആയിരിക്കും. അപ്പോൾ അവരോട് ഞാൻ പറയാം, നിങ്ങൾ ഫുൾ ടൈം ജോലി ചെയ്യുക. 24 മണിക്കൂറിൽ ഒരു 16 മണിക്കൂറും ജോലി ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുക. നിങ്ങളുടെ ഹോബീസോ അല്ലെങ്കിൽ ചെടി വളർത്തലോ തയ്യലോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ പോകുക, ഡ്രൈവിംഗ് അറിയാത്തൊരു ഡ്രൈവിംഗ് പഠിക്കാൻ പോകുക, അങ്ങനെ ഫുൾ ടൈം എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് ചിന്തിക്കാനൊരു സമയം കിട്ടരുത്. ഫുൾ ടൈം എൻഗേജ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ടയേർഡ് ആവും. അപ്പോൾ നമുക്ക് നല്ല
സ്ലീപ്പും കിട്ടും. സോ അതൊരു വലിയ വഴിയാണ് ഡിപ്രഷൻ കുറയ്ക്കാനുള്ളത്. പിന്നെ മൂന്നാമത് പോസിറ്റീവായ കാര്യങ്ങൾ വായിക്കുകയും കാണുകയും ചെയ്യുക. നല്ല നല്ല സിനിമകൾ, ഇപ്പം ഫീൽ ഗുഡ് മൂവീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന സാധനങ്ങളുണ്ട്. അതുപോലത്തെ നല്ല നല്ല സിനിമകൾ കാണുക, നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക, അതൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമാണ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന സാധനമുള്ളത്. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ പല സാധനങ്ങൾ കൊടുക്കാറുണ്ട്. ലൈക്ക് മൂഡ് സ്റ്റെബിലൈസേഴ്സ് കൊടുക്കാറുണ്ട്, അതുപോലെ SSRIs എന്ന് പറയുന്ന മരുന്നുകൾ കൊടുക്കാറുണ്ട്, ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ് എന്ന് പറയുന്ന സാധനങ്ങൾ കൊടുക്കാറുണ്ട്. ഇതെല്ലാം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആണ്. ഇതെല്ലാം ബേസിക്കലി ചെയ്യുക എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ ഡോപ്പാമിൻ എന്നും പറഞ്ഞ് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ഹോർമോണുണ്ട്. ഈ ഹോർമോൺ കുറയുമ്പോഴാണ് നമുക്ക് ഡിപ്രഷൻ ഉണ്ടാവുക. ഈ ഹോർമോണിനെ കൂട്ടുകയാണ് ഇവരൊക്കെ ചെയ്യുക. സോ അതാണ് മെഡിസിൻസ് ചെയ്യുക. പക്ഷേ ഞാൻ ഈ മെഡിസിൻസ് അത്ര അഡ്വൈസ് ചെയ്യാത്ത ഒരാളാണ്. എന്താണെന്ന് വെച്ചാൽ മെഡിസിൻ കൊണ്ട് മാത്രം മാറ്റേണ്ട ഒരു സാധനമല്ല ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതൊരു സെൽഫ് ഡിസ്കവറിയാണ്. നമ്മൾ നമ്മുടെ തന്നെ വാല്യൂ കണ്ടെത്തുക, നമ്മുടെ തന്നെ മൂല്യം കണ്ടെത്തുക എന്ന് പറയുന്നതാണ് ഡിപ്രഷൻ്റെ യഥാർത്ഥത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുക. അല്ലാതെ കുറേ മരുന്ന് തന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ഡിപ്രഷൻ പേഷ്യൻറ്റ് ഞാൻ കുറേ ഉപദേശിച്ചതുകൊണ്ടോ ഒന്നും ഈ കൗൺസിലിംഗ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ പ്രശ്നം തന്നെ അവിടെയാണ്. ലൈക്ക് കൗൺസിൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമില്ലാത്ത ഒരാളുടെ ഒക്കെ പോയി നമ്മുടെ പ്രശ്നങ്ങൾ പറയാന്നുള്ളത്. അതിൽ ഈ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ വലിയ പ്രശ്നമുണ്ട്. സോ നമ്മൾ സ്വയമേ നമ്മളെ കൗൺസിൽ ചെയ്യാൻ ശ്രമിക്കുക. അത് ഒട്ടും എളുപ്പമല്ല, പക്ഷെ നമ്മൾ സ്വയമേ പ്രശ്നങ്ങളെ നമ്മൾ തന്നെ നേരിടാൻ പഠിക്കുക. അതാണ് ഡിപ്രഷനുള്ള ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് നമുക്ക് എന്തെങ്കിലും എയ്ഡ് വേണമെങ്കിൽ നമുക്ക് ഒരാളുടെ ഇപ്പോൾ ഉദാഹരണത്തിന് അറിയാണ്, എൻ്റെ ഫ്രണ്ട് വലിയൊരു കുഴിയുണ്ട്, ആ കുഴി ഞാൻ ചാടി കടക്കാൻ നോക്കാം, എന്നിട്ട് വേണമെങ്കിൽ എനിക്കിപ്പം ചാടാൻ പറ്റുന്നില്ല, അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരു കോച്ചിൻ്റെ അടുക്ക പോയി ട്രെയിൻ ചെയ്യാം. അല്ലാതെ ഒരാളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ ഒരു പാലം അയാൾ പണി നിന്നിട്ട് നമ്മൾ അതിൻ്റെ പുറത്തൂടെ കയറി പോകാൻ നോക്കരുത്. അതാണ് ശരിക്കും ഈ ഡിപ്രഷൻ എൻ്റെ ട്രീറ്റ്മെൻറ്റിൽ കുറേ കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുക. തീരെ പറ്റാത്ത കേസുകളിൽ ഇപ്പം ഷിസോഫീനിയ പോലുള്ള സ്റ്റേജിലേക്കൊക്കെ പോകുന്ന ഡിപ്രഷൻസ് ഉണ്ട്. അതിനൊക്കെ വേണമെങ്കിൽ നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാം. അല്ലാത്ത കാര്യങ്ങളിലൊക്കെ മാക്സിമം നമ്മൾ മെഡിസിൻ ഇല്ലാതെ തന്നെ ഡിപ്രഷനെ ട്രീറ്റ് ചെയ്യാൻ നോക്കുക. പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനം നമ്മുടെ ചുറ്റും ഡിപ്രഷനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഡിപ്രഷൻ എന്ന് പറയുന്നത് ഭയങ്കര അനുഭവിക്കുന്ന ആൾക്ക് വളരെ മോശം എന്നത് മാത്രമല്ല, അവർക്ക് ചുറ്റുമുള്ള ആളുകളെ വളരെയധികം ഉപദ്രവിക്കുന്ന ഒരു അസുഖമാണ്. സോ അത് എത്രയും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അത് എത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിന് നമ്മളെല്ലാവരും ശ്രമിക്കുക. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് യു ഫീൽ ദേ ആർ ഡിപ്രഷൻ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ കോമഡി ഒന്നും ഇല്ലായിരുന്നു. കാരണം ഇത് കോമഡി പറയേണ്ട ഒരു സബ്ജക്റ്റ് അല്ല, അതുകൊണ്ടാണ് കോമഡി ഒന്നും ഇല്ലാഞ്ഞത്. എപ്പോഴും എല്ലാവരും സന്തോഷമായിട്ടിരിക്കാൻ നോക്കുക. സന്തോഷമായിട്ടിരിക്കാൻ അങ്ങനെ കുറുക്ക് വഴിയൊന്നും ഇല്ല, ലൈക്ക് ഭയങ്കര എളുപ്പ വഴികളൊന്നുമില്ല. ആകെയുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് എനിക്കൊരു സിനിമ കാണണമെങ്കിൽ ഞാൻ പോയി സിനിമ കാണുക, എനിക്ക് കണ്ടു ചാടണമെങ്കിൽ ഞാൻ കണ്ടു ചാടുക, എനിക്ക് ദുബായ് പോകണമെങ്കിൽ എനിക്ക് ദുബായ് പോവുക, എനിക്ക് തെങ്ങ കയറാൻ ഇഷ്ടം തെങ്ങ കയറുക. അതാണ് നമുക്ക് നന്നായി ജീവിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഐഫോൺ മേടിച്ച് ജീവിക്കുക, ബെൻസിൽ ജീവിക്കുക എന്നുള്ളതല്ല. ഹാപ്പി ആയിട്ട് ജീവിക്കുക, ഹാപ്പി ആയിട്ട് മരിക്കുക, അതിനുള്ള ഏറ്റവും നല്ല വഴി അതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റായിട്ടോ അല്ലെങ്കിൽ മിസ്ഫിറ്റായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ഞാൻ ഇതുവരെയുള്ള എല്ലാ വീഡിയോസിനും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം. പക്ഷേ ഇതുവരെ ആരും കമൻറ്റ് ചെയ്തില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് വീഡിയോ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഫീൽ ഫ്രീ ടു സേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. ഈ പറഞ്ഞ പോലെ ഡിപ്രഷനിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സന്തോഷമായിട്ടിരിക്കാൻ കിട്ടുന്നൊരു ചാൻസാണ് ഓണം എന്ന് പറയുന്നത്. അപ്പോൾ അത് മാക്സിമം യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ കൺസൾട്ടേഷനോ കൗൺസിലിങ്ങോ ലൈക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണലി എന്നോട് സംസാരിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എൻ്റെ ഫോൺ നമ്പറോട് കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷിച്ച് ജീവിച്ച് സന്തോഷത്തോടെ തന്നെ മരിക്കുക. അപ്പോൾ ഓക്കെ. അതേ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. കുറേ സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ARM എന്ന് പറയുന്ന സിനിമ ഉണ്ട്. നല്ല പടമാണ്, പിള്ളേരുമായിട്ടൊക്കെ കാണാൻ പോകാൻ പറ്റിയ പടമാണ്. ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് സന്തോഷിക്കാൻ വരുന്നൊരു പടമാണ്. 3D ആണ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക. എല്ലാവരും അതോടെ പോയി കാണുക കേട്ടോ. ബൈ.